സുഡാൻ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ച മലയാളികളുടെ ആദ്യ സംഘം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് 5:30 എയർ ഇന്ത്യ വിമാനത്തിൽ പുറപ്പെട്ട സംഘം 8:50 കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. കൊല്ലപ്പെട്ട ആൽബർട്ട് അഗസ്റ്റിന്റെ കുടുംബവും നാട്ടിലെത്തി. ആൽബർട്ടിന്റെ മൃതദേഹം പിന്നീട് എത്തിക്കും. നിന്ന് സുരക്ഷിത തീരം തൊടാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് സുഡാനിൽ കുടുങ്ങിയ മലയാളി സംഘം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ഇപ്പോഴും അവിടെ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സീസ് ഫയർ ഒക്കെ അവർ പറയുന്നുണ്ട്. ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യം അവർ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്യാണ്. ഒരു പ്രാവശ്യം അത് ഹോൾഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇതുവരെ അതിലൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്നൊന്നും നമുക്കറിയില്ല. അതാണ് ഒരു ഏറ്റവും വലിയൊരു ചാലഞ്ച്. മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഡൽഹിയിലെത്തിയത്. തുടർന്ന് ഡൽഹിയിൽ നിന്ന് 5:30 എയർ ഇന്ത്യ വിമാനത്തിൽ പുറപ്പെട്ട സംഘം 8:50 കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. സുഡാനിൽ കൊല്ലപ്പെട്ട ആൽബർട്ട് അഗസ്റ്റിന്റെ ഭാര്യ സൈബല്ല, മകൾ മാരിറ്റ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഇവർ വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ വാഹനത്തിൽ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. ആൽബർട്ടിന്റെ മൃതദേഹം പിന്നീടെത്തിക്കും. കാക്കനാട് സ്വദേശികളായ ബിജി ആലപ്പാട്ട്, ഭാര്യ ഷാരോൺ, മക്കളായ മിഷേൽ, റോഷൽ, ഡാനിയൽ എന്നിവരും ഇടുക്കി കല്ലാർ സ്വദേശി ജയേഷ് വേണുവും വിമാനത്താവളത്തിലെത്തി. 360 പേരുള്ള ആദ്യ സംഘത്തിൽ 19 മലയാളികളുണ്ടായിരുന്നു. ജിദ്ദയിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഇവരെ ഡൽഹിയിലെത്തിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.